നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം വിഖ്യാതമായ കോട്ടിഫ് ടൂർണമെന്റിൽ അർജന്റീന ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. അർജന്റീനയുടെ അണ്ടർ-20 ടീം എൽചെയുടെ അണ്ടർ-20 ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കായിരുന്നു അർജന്റീന ടീമിന്റെ വിജയം. നമുക്കറിയാം, ലയണൽ സ്കലോനി ഒക്കെ തന്റെ കോച്ചിങ് കരിയറിന്റെ തുടക്ക കാലഘട്ടത്തിൽ കോട്ടിഫ് കപ്പിൽ അർജന്റീനയെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നാണ് ആ ടൂർണമെന്റിലാണ് ഇന്ത്യയുടെ ടീം അർജന്റീനയെ കോട്ടിഫ് കപ്പിൽ തോൽപ്പിച്ചത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. എന്തായാലും അങ്ങനെ സ്കലോനിയൊക്കെ വളർന്നു വന്ന അതേ ടൂർണമെന്റ്, പരിശീലകനായിട്ട് വളർന്നു വന്ന അതേ ടൂർണമെന്റ്, ആ ടൂർണമെന്റിൽ ഇതാ അർജന്റീന ഇപ്പോൾ വീണ്ടും ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയമാണ് സെമി ഫൈനലിൽ അവർ നേടിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി ടോബിയാസ് പലാസിയോ, അലക്സ് വിയോസ്കി, ലൗട്രോ മില്ലൻ എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത്. ഈ ടൂർണമെന്റിലെ മുന്നോട്ടുള്ള പോക്കിൽ അർജന്റീന ADH ബ്രസീലിനെ ഏകപക്ഷീയമായ 1 ഗോളിന് ഗ്രൂപ്പ് സിയിൽ തോൽപ്പിച്ചിരുന്നു. പിന്നെ ലെവന്റെയുടെ ടീമിനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചിരുന്നു. മൗറിത്താനിയക്കെതിരെ 1-1 സമനില. വലൻസിയയുടെ അണ്ടർ-20 ടീമിനെ 3-1 ഗ്രൂപ്പ് സ്റ്റേജിൽ തോൽപ്പിച്ചിരുന്നു. അങ്ങനെ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായിക്കൊണ്ടാണ് സെമി ഫൈനലിലേക്ക് കടന്നിരുന്നത്. സെമി ഫൈനലിൽ ഇതാ എൽചയെ അവർ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഫൈനൽ അവരുടെ എതിരാളികളായിട്ട് വരുന്ന ഉറുഗ്വായി ആണ്. ഉറുഗ്വായി സെമി ഫൈനലിൽ വലൻസിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു. നാളെ, അതായത് ഇന്ന് രാത്രിയാണ്, പക്ഷെ സാങ്കേതികമായി നമുക്ക് പറയുമ്പോൾ നാളെ പുലർച്ചെ 2 മണിക്കാണ് അർജന്റീന അണ്ടർ-20 ടീമും ഉറുഗ്വായുടെ അണ്ടർ-20 ടീമും തമ്മിൽ കോട്ടിഫ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.